നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ആൻഡ് ആക്ച്വലി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, അത് എന്ത് റിലേഷനും ആവാം. അതായത് നിങ്ങൾ ക്രഷ് ആവാം, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ ക്രഷ് ആയിരിക്കാം, നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, നിങ്ങൾ ഓൾറെഡി മാരീഡ്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഓക്കെ, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, നിങ്ങൾ വേറൊരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ആവാം. സിംഗിൾസ് ആവാം, ഓക്കെ, എന്തും ആവട്ടെ. ഓക്കെ, സിംഗിൾസ്, നിങ്ങൾ എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആ വ്യക്തി അവർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നില്ലേ? ഓക്കെ, പക്ഷെ നമ്മൾ റീഡിംഗ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കണ്ട് ഓക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് നിങ്ങളെ കാണുന്നു എന്ന് വിചാരിക്കാം, അവർക്ക് നിങ്ങളെ കാണുമ്പോൾ എന്താ തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരിക്കും എന്ന് അവരും ആലോചിക്കില്ലേ? അല്ലേ, അവരും മനുഷ്യരല്ലേ. സോ അവരും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്. സോ അവർ എന്താണ് അവർ തോന്നുന്നത്, അവർക്ക് തോന്നുന്നത് എന്താ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയായാലും ഓക്കെ അവരെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് എന്താണ് അവർ ചിന്തിക്കുന്നത്. ഐ ഹോപ്പ് ക്ലിയർ ആയി കാണുന്നു. ഇതിന് എങ്ങനെ എഴുതണം ഇനിയിപ്പോൾ ടോപ്പിക് ഒന്നും എനിക്കറിയില്ല. പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് പേഴ്സൺ ചിന്തിക്കുന്നത്. ഓ മൈ ഗോഡ്, ഓക്കെ, കൺഫ്യൂഷനാണ്. ഞാനൊന്ന് ആലോചിച്ചിടാം കേട്ടോ ടോപ്പിക്ക്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മൈൻഡിൽ പേഴ്സണിനെ കുറിച്ച് എന്താണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, 3 of Wands, ഓക്കെ, Page of Pentacles. ഇത് പറയാനും എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് വേണം എനിക്ക് പറയാൻ. Knight of Swords, Queen of Pentacles. അവർക്ക് നിങ്ങളെ കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറയാം അല്ലേ? ഓക്കെ, Page of Swords, ഓക്കെ, Star, 7 of Wands, Page of Wands, 7 of Pentacles. എന്താത്? ലവേഴ്സ് കാർഡ്. ഓക്കെ, ഇത് കാണിക്കാൻ പറ്റില്ല, സോറി. ഓക്കെ, ലവേഴ്സ് കാർഡാണത്. ആൻഡ് ബോട്ടം 8 of Swords, Empress, Queen of Swords. ഇതെല്ലാം നമ്മൾ റീഡിങ് ഇപ്പോൾ നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്നല്ല, നിങ്ങൾ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നാണ് അവർ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ പേഴ്സണിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്നാണ് അവർക്ക് തോന്നുന്നത് എന്നും. ഓക്കെ, അവർ വിചാരിക്കുന്നത്, പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ പ്ലാനിങ്ങിൻ്റെ കാര്യം. ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച് എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട് എന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയും പറയാം. നിങ്ങൾ അവരെക്കുറിച്ച് ചില പ്ലാനിങ് നിങ്ങൾ ആലോചിക്കുക. അതായത് നമ്മൾ പറയില്ലേ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എന്ന രീതിക്കായിരിക്കാം. ഫ്യൂച്ചർ പ്ലാനിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്തെങ്കിലും നമ്മൾ തമ്മിൽ മുന്നോട്ട് എന്ത് വേണം എന്ന രീതിക്ക് ചില തോട്ട്സ്, ചില പ്ലാൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതിക്കും കൂടി ഇത് പറയാം. എനിക്ക് 2 തരം തോന്നി. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ ചെയ്യണം, പേഴ്സൺ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പേഴ്സൺ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പ്ലാൻ ചെയ്യട്ടെ എന്നുള്ളൊരു വെയിറ്റിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ആൻഡ് പേജ് ഓഫ് പെന്റിക്കിൾസ്, നിങ്ങൾ അവരെടുത്ത് നിന്ന് ഒരു ഓഫർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അവർ ഒരു ഓഫറുമായിട്ട് വരണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരണം, അല്ലെങ്കിൽ ഒരു സോറി ആയിരിക്കാം, അതിൻ്റെ കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും അവർ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ ഒരു ഓഫറുമായിട്ട് വരണം എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്ത് പേഴ്സൺ പ്ലാൻ ചെയ്ത് അവർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ ആ രീതിക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ അവർ
അവരുടെ മേലെ ഉണ്ട് എന്ന് പറയാം. കാരണം ഇവിടെ സ്റ്റാറും ഉണ്ടായിരുന്നു, എനിക്കിത് കണ്ടപ്പോഴേ ഒരു പ്രതീക്ഷ എന്ന രീതിയിൽ. അതായത് നിങ്ങൾ അവരിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്ന പോലെ, ഓക്കെ, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയാണ് എന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിന്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ദാറ്റ് പേഴ്സൺ ഇങ്ങനെ എന്താ പറയുക, എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാം വെട്ടി മാറ്റി, എല്ലാ തടസ്സങ്ങളെയും വെട്ടി മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം പേഴ്സൺ വരാൻ ശ്രമിക്കണം എന്നാണ് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അതായത് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കണം. ഓക്കെ, എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളെ തമ്മിൽ പിരിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം വെട്ടി മാറ്റി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും അതിന് എഫേർട്ട് എടുക്കണം എന്ന രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ കരിയറിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നുണ്ടാവാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു അബണ്ടൻസിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ലൈക്ക് നിങ്ങളൊരു എന്താ പറയുക, സെൽഫ് റിലയൻ്റ് ആണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്കായിട്ട് നല്ലൊരു കരിയറോ ജോലിയോ ഒക്കെ ഉണ്ടാവാം നിങ്ങൾക്ക്. അപ്പോൾ the പേഴ്സണിന് തോന്നുന്നുണ്ടായിട്ട് നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ വളരെ സ്റ്റേബിൾ ആണ് എന്നവർ വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ മേ ബി മെച്യൂരിറ്റി പോരാന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. സോറി, അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് മെച്യൂരിറ്റി പോരാ എന്ന്. ഓക്കെ, അവരുടെ മനസ്സിൽ തോന്നുന്നത്, അതായത് ഇത് പെന്റിക്കിൾസ്, ഇവിടെ 7 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് അവർക്ക് തോന്നുന്നത്. ദാറ്റ് നിങ്ങൾ ഓൾറെഡി നല്ല കരിയറും ഇതും എല്ലാം ഉണ്ടാവാം. ബട്ട് എവിടെയോ മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഒരു ലൈക്ക് നമ്മൾ പറയില്ലേ, ഇത് സ്വപ്നം കാണില്ല എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഒരു പ്രതീക്ഷ വെക്കുക പേഴ്സൻ്റെ മേലെ. എന്ന് വെച്ചാൽ ഞാനിത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് പറയാൻ കേട്ടോ. അതുകൊണ്ടാണ് അൺറിയലിസ്റ്റിക്, യെസ് അതാണ് വാക്ക്, അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ നിങ്ങൾ അവരുടെ അടുത്ത് വെക്കുന്ന പോലെ. അതായത് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ പ്രതീക്ഷകൾ അവരുടെ മേലെ വെക്കുന്നു എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അവർ സ്റ്റാൻഡ് എടുക്കണം എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, അതെ ഞാൻ പറഞ്ഞല്ലോ, അവർ പ്ലാൻ ചെയ്ത് അവർ എന്തെങ്കിലും ലൈക്ക് അവർ എന്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സം ഉണ്ടെങ്കിലും ശരി, അതിനെല്ലാം ഓവർകം ചെയ്ത് അവർ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ഭാഗത്തുനിന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് ആക്ഷൻ എടുത്ത് കമ്മിറ്റ്മെന്റ് തരാൻ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് അവർക്ക് തോന്നുന്നത്. ഇവിടെ പേഴ്സണിന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പേജ് ഓഫ് വൺസ് കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. സോ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവർക്കറിയാം നിങ്ങൾ അവരുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് അവർക്കറിയാം. ഓക്കെ, ആൻഡ് അവർക്കും ആഗ്രഹമുണ്ട്, ശരിക്കും അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അവർക്ക്, ഇല്ല എന്നല്ല. ബട്ട് അവർക്ക് എവിടെയോ ഒരു മേ ബി അവർ ചില ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയുണ്ട്. ഓക്കെ, അവരുടെ ലൈഫ് മേ ബി അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാലും അവർക്ക് ഇതിന്റെ മുന്നോട്ട് ഫ്യൂച്ചർ ഉണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട് അവരുടെ മനസ്സിലുള്ള പോലെ. ഓക്കെ, എവിടെയോ ചില പേടികളായിരിക്കാം. ഓക്കെ, എനിക്കതൊരു ഫീലിംഗ് ഉണ്ട്, ദാറ്റ് അവർക്കൊരു പേടികളുണ്ട് അവർക്ക് എന്ന്. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്മെന്റ് ആണ്, നിങ്ങളോട് സ്നേഹമാണ്, ഫീലിങ്സ് ആണ്, എല്ലാം ഉണ്ട്. ഓക്കെ, അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ. ആക്ച്വലി വേറൊരു കാര്യം കൂടി പറയാം, മേ ബി അവർക്ക് ഡൗട്ട് ഉണ്ടാവാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഓക്കെ, കാരണം ചില സമയത്തൊക്കെ അവർക്ക് അങ്ങനെയും ഡൗട്ട്സ് വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, ഇതൊരു ലവേഴ്സ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് അവർക്ക് ഇടയ്ക്ക് നിങ്ങളെ ഡൗട്ടും വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. പേജ് ഓഫ് സോർട്സ് നമ്മൾ സ്റ്റോക്കിംഗ് എനർജിയാണ്. ഓക്കെ, കാരണം ഇവിടെ സ്റ്റക്ക് എനർജി കാണുന്നുണ്ട്, ആൻഡ് എംപ്രസും കാണുന്നുണ്ട്, ക്വീൻ ഓഫ് സോർട്സും ഉണ്ട്, കിങ് ഓഫ് വാൻസ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ശരിക്കും തടസ്സങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ക്വീൻ ഓഫ് സോർട്സ് ആൻഡ് എംപ്രസ് ആണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അവർ മാരീഡ് ആയിരിക്കാം, അവരുടെ ലൈഫിൽ ഒരു ഹസ്ബൻഡ് വൈഫ് ഉണ്ട് എന്ന് പറയാം, നിങ്ങളുടെ ലൈഫിലും അതുപോലെ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് തടസ്സം എന്ന് പറയാം. എന്തായാലും തടസ്സങ്ങളുണ്ട്. 8 ഓഫ് സോർട്സ് ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്. റിലേഷൻഷിപ്പിൽ ശരിക്കും ഒരു മുന്നോട്ടൊരു ഫ്യൂച്ചർ, ഓക്കെ, മേ ബി അതായിരിക്കാം അവർ ചിന്തിക്കുന്നത്, ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർക്കറിയാം ദാറ്റ് അവരുടെ മേലെ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ മനസ്സിലാക്കണം, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്ന രീതിക്ക് അവരെ മനസ്സിലുണ്ട്. അതായത് നിങ്ങൾ ഓവർ അവരുടെ അടുത്ത് പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം അവർ
ബാക്കി കാര്യങ്ങൾ അവരെ ചുറ്റുമുള്ളത് ഇപ്പം നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിൽ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. അവർക്ക് സമയം കൊടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, എന്നിട്ട് അവർക്ക് പ്ലാൻ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എവിടേക്കോ അവരുടെ അടുത്ത് നിന്ന് വല്ലാതെ ഓവർ എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന പോലെ അവർക്ക്, കാരണം റിയാലിറ്റി എവിടെയോ നിങ്ങൾ കാണുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ പ്രാക്ടിക്കലായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയം വേണമായിരിക്കും, പ്ലാനിങ് വേണമായിരിക്കും, പല തടസ്സങ്ങളും നമ്മൾ മറികടക്കണം എന്നുമുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർ ആഗ്രഹിക്കുന്നത്, ഐ തിങ്ക് അവരുടെ മനസ്സിൽ നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു ടെൻഷനാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് അവരെ എക്സ്പെക്ട് ചെയ്യാണ്, എന്നിട്ട് അവർ എല്ലാം എതിർത്തിട്ടായാലും എങ്ങനെയായാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മേ ബി നിങ്ങൾ ഇത് ഒരു മെച്യൂരിറ്റി നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ലേശം നിങ്ങളുടെ കരിയറിലേക്കോ ഒക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ചിലവർക്ക് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ സിനാരിയോ കുറച്ച് പേർക്ക് ഇത്, ചിലവർക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വളരെ മെച്യൂർഡായിട്ട് ഇപ്പോൾ ബിഹേവ് ചെയ്ത് അവരുടെ അടുത്ത് അധികം അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അവർ പേജ് ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് അപ്പോൾ 2 സിനാരിയോ നമ്മൾ തോന്നി ഇവിടെ. ഒന്ന്, അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ചുകൂടി മെച്യൂരിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ചിലവർക്ക് പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് മെച്യൂരിറ്റിയോടെ നിന്ന് നിങ്ങളൊന്ന് അകന്ന് നിന്ന് അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് ഡൗട്ടും കാര്യങ്ങളും അവരുടെ മനസ്സിലും കയറി വരികയാണ്. ഓക്കെ, ഞാൻ കുറച്ച് കാർഡ്സ് കൂടി ഒന്ന് എടുക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ യെസ്, 8 ഓഫ് കപ്സ്. ഓക്കെ, 6 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ്. വാവ്, വെരി നൈസ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വാവ്, നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ സ്റ്റോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ മേ ബി മെച്ചുവേർഡായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവാം. ഞാൻ ആദ്യം പറഞ്ഞ സിനാരിയോ കുറച്ച് പേർക്ക് ഉണ്ടാവാം. ചിലവർക്ക് ഇവിടെ എനിക്ക് മേ ബി നിങ്ങൾ വളരെ നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പേടി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഇത് സെപ്പറേഷൻ്റെ കാണുന്നുണ്ട്, 8 ഓഫ് കപ്സ് ആണ്. സോ വാക്കിംഗ് അവേ ആണ്. നിങ്ങളുടെ പേഴ്സണോ ഐ തിങ്ക് റിലേഷൻഷിപ്പ് ഒന്ന് മാറിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ അവർക്ക് പക്ഷെ അതിൻ്റെ വിഷമമാണ് അവർ അനുഭവിക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ടാവാൻ സിറ്റുവേഷൻസ് ഇവിടെ. യെസ്, അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മാരീഡ് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും പറയാം, രണ്ടും ആവാം. ഓക്കെ, തടസ്സങ്ങളുണ്ട് എന്തായാലും നിങ്ങളുടെ ഇടയിൽ. അപ്പോൾ ആ കാര്യം ഓർത്ത് ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആണെങ്കിൽ അവർക്ക് നല്ല ഹാർട്ട് ബ്രേക്ക് ആണ്, അവർക്ക് നല്ല വിഷമത്തിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് അകന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു ഒരുപാട്. ഓക്കെ, മിസ് ചെയ്യുന്നു. ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ അടുത്ത് ഓഫറുമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബട്ട് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലിപ്പോൾ. ഓക്കെ, ആൻഡ് പുതിയ തുടക്കങ്ങളുടെ കാര്യമാണ്, സ്ട്രെങ്തൻ ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവണം. ഏസ് ഓഫ് വോൺസ് ആണ്. സോ പുതിയ തുടക്കമാണ്. ഏസ് ഓഫ് വോൺസ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെയാണ്. സോ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും, തിരിച്ചു വരും. ഓക്കെ, അവർ പക്ഷേ അവർക്ക് ചോയ്സസ് എടുക്കാനുള്ള സമയം കൊടുക്കുക. അവർക്കൊരു ആക്ഷൻ എടുക്കാൻ കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവർക്ക് അവരുടെ മേലെ പ്രഷർ ഇടാതിരിക്കാം. ഓക്കെ, എനിക്കതാണ് ഫീൽ ചെയ്ത്. അവരെ മേലെ പ്രഷർ കൊടുക്കണ്ട നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് അവരെ മനസ്സിൽ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് അവരെ പ്രഷർ ചെയ്യുന്നു, കാര്യങ്ങളെ മുന്നോട്ട് വേഗം കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് പക്ഷേ ഞാനങ്ങനെ പറയില്ല കേട്ടോ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെ കാര്യമാണ്, അവർക്ക് തോന്നുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പേഴ്സണിന് തോന്നുന്നത് നിങ്ങൾ ഓവർ അവരുടെ മേലെ എക്സ്പെക്റ്റേഷൻ വെക്കുന്നു, ഒരുപാട് അവരെ പ്രഷർ ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ, ബട്ട് ഇതൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവസാനം മാറിപ്പോയത്. പക്ഷെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പേടിയുമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ശരിക്കും നല്ല പേടിയുണ്ട്. അതായത് വീണ്ടും നിങ്ങൾ തമ്മിൽ സ്ട്രെങ്തൻ ചെയ്യണം, വിട്ടുമാറിപ്പോയത് വീണ്ടും അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, വീണ്ടും കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന രീതിക്കാണ്. അവർക്ക് ഹാർട്ട് ബ്രേക്കിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. ഓക്കെ, യെസ്, കമ്മ്യൂണിക്കേഷൻ വരും, പേടിക്കാൻ വേണ്ട, കമ്മ്യൂണിക്കേഷൻ വരും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ആൻഡ് ഇവിടെ അവർക്ക് തോന്നിയത് പക്ഷേ മേ ബി പാസ്റ്റിലെ കാര്യമായിരിക്കും കേട്ടോ. അതൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഒരുപാട് പ്രഷർ കൊടുത്തു, അതുകൊണ്ടായിരിക്കാം വോക്ക് വേ ചെയ്തത്. ഓക്കെ, നിങ്ങൾ അവരെ പ്രഷർ ചെയ്തു എന്ന് തോന്നിയപ്പോഴായിരിക്കും അവർ പോയത്. അല്ല, നിങ്ങളാണ് മാറിപ്പോയതെങ്കിൽ മേ ബി അവർ കമ്മിറ്റ്മെൻറ്റ് തരാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ മാറിപ്പോയത്. ഓക്കെ, രണ്ടാണെങ്കിലും ശരി, ഇപ്പോൾ അവർക്ക് അതൊക്കെ ചെയ്തത് ഇപ്പോൾ അവർക്ക് വിഷമമുണ്ട്. നിങ്ങൾ തമ്മിലൊരു അകൽച്ചയാണെങ്കിൽ അവർക്ക് വിഷമമുണ്ട്. നിങ്ങളൊരു സംസാരം ഉണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, ബട്ട് മേ ബി ഒരു മുമ്പത്തെ പോലെയല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വിഷമമുണ്ട്. അവർ നിങ്ങളെ ശരിക്കും സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർ സ്റ്റോക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വന്നോ എന്നാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഒറാക്കിൾ മെസ്സേജസ് എടുക്കാം. കമൻറ്റ്. ഓക്കെ, ഒറാക്കിൾ മെസ്സേജസ് എന്താ വരുന്നത് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്. ഓക്കെ, ഇവിടെ എന്താ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ? നമുക്ക് ഫ്യൂച്ചർ എന്താണ്?
Second chakra, Archangel Ariel. Caring connections. Good. Woman holding a coin. Same thing, Queen of Pentacles. Journey, Yatra. Good. Man holding a coin. Very good. Awesome. Storm warning. That's fine. Magician and the mirror. Okay. And attachment. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ? Same thing. അവർക്ക് തോന്നിയത്, അവർക്ക് മുൻപ് തോന്നിയത് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. മേ ബി ഐ തിങ്ക് ഇവിടെ എനിക്കൊരു സെപ്പറേഷൻ്റെ ഫീലിംഗ് ആണ് കിട്ടിയത്. നിങ്ങൾ തമ്മിൽ ഒരു മാറി അകന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഫീൽ ചെയ്തത് ലാസ്റ്റിൽ. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് അവരോട് ഓവർ അറ്റാച്ച്ഡ് ആയി പോയ പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ അവരെ വല്ലാതെ നമ്മൾ പറയില്ലേ ക്ലിങ് ചെയ്ത് നിൽക്കാം, അവരെ പിന്നാലെ പോവുക, അങ്ങനെ നിങ്ങൾ ചേസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒരു ഓവർ അറ്റാച്ച്മെൻറ്റിൻ്റെ പേടി അവർക്ക് വന്നിട്ടുണ്ടാവും എന്ന് പറയാം. അവരാണ് വിട്ടുപോയതെങ്കിൽ ആ ഓവർ അറ്റാച്ച്മെൻറ്റ് കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ് കണ്ടിട്ട് അവർ പേടിച്ചിട്ടാണ് മാറിപ്പോയത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. ഓക്കെ, അതിനെ രണ്ട് തരത്തിലും പറയാം. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല എന്നും പറയാം. ഓക്കെ, അങ്ങനെ രണ്ട് സിനാരിയോ ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണോ നോക്കിക്കോളൂ. ഒന്ന് അഗെയിൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വളരെ മെച്ചുവേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു ഇതിൽ നിൽക്കുമായിരിക്കും. കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ പേഴ്സൺ ഐ തിങ്ക് ആ പേടി വരുന്നത്, തെറ്റ് നിങ്ങൾ വിട്ടു പോകുമെന്ന്. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. മേ ബി നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവും. ഇത് സെക്കൻഡ് ചക്ര, നമ്മുടെ സൈക്കിൾ ചക്ര എന്നൊക്കെ പറയുന്നത്, നമ്മൾ സോളാർ പ്ലെക്സസ് ഒക്കെ പറയുന്ന നമ്മൾ കോൺഫിഡൻസിൻ്റെ കാര്യമാണ്. ഓക്കെ, നമുക്കൊരു ധൈര്യം, കോൺഫിഡൻസ് എന്ന രീതിക്കാണ്. ഓക്കെ, സോ അവിടെ മേ ബി നിങ്ങളിപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇപ്പോൾ ലൈക്ക് എന്താ പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. യെസ്, നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇത് രണ്ടും നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. മാനോ ആവാം, വുമണോ ആവാം. സോ അങ്ങനെയാണെങ്കിൽ പേഴ്സൺ അവർക്ക് ഇപ്പോൾ കുറവായി, അതായത് അവർക്ക് ആ കോൺഫിഡൻസ് പോരാ എന്ന് പറയാം. ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിൽ കെയറിങ് കണക്ഷൻ വീണ്ടും റീബിൽഡ് ആവും. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ ഹീൽ ആവാനുണ്ട്, അതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ചില കാര്യങ്ങൾ ഹീലായിട്ട് വരാനുണ്ട്. ഒരു സ്റ്റോം വാർണിംഗ് ഉണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ചെറിയ സെപ്പറേഷൻ വരുമെന്ന് പറയാം. ബട്ട് ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കും ഇത് കേട്ടോ, അല്ലാതെ ഇത് പെർമനൻ്റ് ആയിട്ടൊരു ഇതായിട്ടല്ല എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, കെയറിങ് ആണ്, കെയറിങ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതെല്ലാം ഉണ്ട്. പക്ഷേ പേടികൾ, നമ്മൾ പറയില്ലേ മനസ്സിലെ പേടികൾ, കോൺഫിഡൻസ് ഇല്ലായ്മ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള പേടി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആൻഡ് അവരുടെ സിറ്റുവേഷൻസ് നമുക്ക് ബ്ലോക്കേജസ് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്കേജസ് ഓവർകം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു പേടിയായിരിക്കാം. നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ വെക്കുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്, എന്നിട്ട് അവർക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലോ എന്നുള്ളതാണ്. അല്ലാതെ അത് നിങ്ങളുടെ തെറ്റായിട്ടല്ല, ബട്ട് അവർക്കത് പേടി, അവരുടെ ഉള്ളിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ജേർണി കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതയാത്രയാവാം. ഓക്കെ, സ്ഥലം മാറ്റങ്ങളാവാം, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ജേർണി എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. സ്പിരിച്വൽ ജേർണി മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് മാൻ ഹോൾഡിങ് എ കോയിൻ, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർ കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു മാരേജ്, നിങ്ങൾ കപ്പിളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചറിലും നിങ്ങൾ തമ്മിൽ ഒരിക്കലും സെപ്പറേറ്റ് ആവുന്നതായിട്ടല്ല കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അത് അങ്ങനത്തെയാണ്, ആ ഒരു ബോണ്ട് അങ്ങനെയാണ്. എന്ത് പേടിച്ചിട്ടും കാര്യമൊന്നുമില്ല, അതുണ്ട് അവിടെ. ഓക്കെ, ആൻഡ് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരും. ഓക്കെ, വാർണിംഗ് ആണിത്. സോ മേ ബി മുന്നോട്ട് ഇപ്പം നിങ്ങൾ തമ്മിലുള്ള എവിടെ എത്തി എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനനുസരിച്ച് ചിലപ്പോൾ മുന്നോട്ട് നിങ്ങൾ തമ്മിൽ വല്ല നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി പേഴ്സൺ ഒന്ന് റൺ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. സോ സൂക്ഷിക്കാം. എനിവേ, അത് വരാനുള്ളത് വരും. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ നമുക്ക് മുന്നോട്ട് ഒരു ചേഞ്ചസ് വരുള്ളൂ. ഓക്കെ, നമ്മൾ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനൊക്കെ അതൊരു ചേഞ്ചസ് വരണം അവിടെ. ഞാൻ മജീഷ്യൻ ആൻഡ് ദ മിറർ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇത് എവിടെയോ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവേഴ്സ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ മാനിഫെസ്റ്റേഷൻ പവേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, മാനിഫെസ്റ്റേഷൻ പവേഴ്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ദാറ്റ് നിങ്ങൾ എന്ത് കാണുന്നോ അത് തന്നെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിട്ട് വരും, നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേടികൾ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അതെവിടെയോ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും. ഓക്കെ, ആക്ച്വലി റിഫ്ലക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലും ഈ ചില പേടികൾ ഉണ്ടാവാം. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ എന്താവും, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചായിക്കഴിഞ്ഞാൽ പറ്റുമോ, എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് പോവോ, ഹാപ്പി ആയിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ പേടികളെ നിങ്ങൾ ഹീൽ ചെയ്യാം. ആദ്യം നിങ്ങൾ അവനവനെ നിങ്ങൾക്കൊന്ന് കോൺഫിഡൻസ് കൊണ്ടുവരാം. നിങ്ങൾ അതായത് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്,
ഓക്കെ. എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുമെന്ന രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ കൊണ്ടുവരിക. ഈ ഒരു കെയറിങ് കണക്ഷൻ നിങ്ങൾ പേഴ്സൻ്റെ എല്ലാ പേടികളും മാറ്റി, അവർക്ക് ഒരു പേടിയില്ല കമ്മിറ്റ്മെൻറ്റിനോട്, എനിക്ക് വേണ്ടി അവരെന്തും ചെയ്യും എന്ന രീതിക്കൊക്കെ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. ഓക്കെ. സോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് യൂസ് ചെയ്യുക നിങ്ങൾ. ഐ തിങ്ക് അത് വർക്ക് ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ. സോ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിന് ഒരു ചെറിയ പേടിയുണ്ട് നിങ്ങളെ പറ്റി. ഓക്കെ. ബട്ട് ഐ തിങ്ക് അതൊക്കെ മാറ്റി നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവുന്നതായിട്ടാണ് കാണുന്നത്. സോ നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ടിരിക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമോ. നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.